നമ്മളെ ബൈപ്പാസിലെ ഒരു റോഡ് സൈഡിലെ ബൈ റോഡിൻ്റെ അവിടെ വേസ്റ്റ് ഇടുന്ന ഭാഗങ്ങളാണിത്. കാരണം വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആരോട് എന്ത് പറഞ്ഞാലും അവർ രാത്രി കാലങ്ങളിൽ വേസ്റ്റുകളൊക്കെ ഇവിടെ കൊണ്ടിടും. അതാണ് ഈ ജനങ്ങൾ. പക്ഷേ ഈ ജനങ്ങളെ നമ്മളെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ ജനങ്ങളാണ് അത് നോക്കേണ്ടത്. ഓരോ വേസ്റ്റുകളും റോഡ് സൈഡിൽ കൊണ്ടുവന്ന് അങ്ങനെ തട്ടിക്കൂട്ടി ഇടുകയാണ്. കാരണം ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഓരോരുത്തർ വിചാരിക്കണം. അല്ല സർക്കാർ വിചാരിച്ചാൽ ഇതിന് ഒരു പരിഹാരം കാണാൻ പറ്റില്ല. കാരണം രാത്രി രാമാനം ഇത് കൊണ്ടിടും. കാരണം ബൈപ്പാസ് സൈഡുകളിൽ കാരണം വേസ്റ്റുകളെല്ലാം ഇങ്ങനെ കൊണ്ട് കുമ്മം കൂത്തി ഇങ്ങനെ ഇടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതാണ് നാഷണൽ ഹൈവേ പോകുന്ന ബൈ റോഡ്. ഇത് ബൈ റോഡാണ്. ഇതിലൊക്കെയാണ് വേസ്റ്റുകളൊക്കെ നിരവധി വേസ്റ്റുകളും വേസ്റ്റുകളൊക്കെ കൊണ്ടിടുന്നത്. ഇതിനൊരു മാർഗം ഇതുവരെ ഇതും കാരണം അനേകം വീഡിയോകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നിരന്തരം വേസ്റ്റുകളൊക്കെ ഓരോ ജനങ്ങൾ കൊണ്ടിടും. ഓരോ വീടുകളിലെ വേസ്റ്റ്, ഹോട്ടലിലെ വേസ്റ്റുകൾ എല്ലാം കൊണ്ടുവന്ന് തട്ടുന്ന ഒരു സാഹചര്യമാണ്. അതിനൊരു പരിഹാരം ഇത് കാണണം. കാരണം ഈ വീഡിയോ കാണുന്ന ഓരോ ജനങ്ങളും കാരണം ഇത് വേസ്റ്റ് എടുക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ നിന്ന് ആളുണ്ട്. അന്നിൽ അവർക്ക് കൊടുക്കാതെ ഇത് നേരെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഓരോ ഇപ്പം നമ്മുടെ ഇവിടെ നിന്നും നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ട ബൈപ്പാസ് നോക്കുകയാണെങ്കിൽ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ബൈ റോഡിൽ ആ മുട്ടത്തറ ഭാഗങ്ങളിൽ ആ ഓടയിൽ കൊണ്ടുവന്നാണ് വേസ്റ്റ് ഇടുന്നത്. കാരണം മഴവെള്ളം പോകാൻ പോലും അതിനൊരു സാഹചര്യമില്ല. ആ ഒരു കാലഘട്ടമാണ് ഇതുള്ളത്. കാരണം ഈ വേസ്റ്റ് ഇനിയെങ്കിലും ഓരോരുത്തർ വേസ്റ്റുകൾ ഈ റോഡ് സൈഡിൽ കൊണ്ടിടാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.